അധ്യാപകനായ ദിലീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കണം. എത്രത്തോളം ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ കുടുങ്ങി കിടപ്പുണ്ട്? രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാണോ? ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മേപ്പാടി ഹൈസ്കൂളാണ്. മേപ്പാടി ഹൈസ്കൂളിലുള്ള ഇത് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ രാവിലെ ഞാൻ ഏകദേശം 2:30 മണിക്കാണ് സ്കൂളിൽ എത്തുന്നത്. സ്കൂളിൽ എത്തുന്ന സമയത്ത് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് തുടർച്ചയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് കൃത്യമായ കണക്കാണ്, ആൾക്കാരിങ്ങനെ തുരിതുരെ വന്നുകൊണ്ട് നമുക്കൊരു കൃത്യമായ എണ്ണം കിട്ടുന്നില്ല. എങ്കിൽ പോലും ഒരു 175-ന്റെ അടുത്ത് ആൾക്കാർ ക്യാമ്പുകളിൽ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല വിഷമിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ട്, തുടക്കത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും അവർക്ക് എല്ലാവർക്കും നമ്മൾ രാവിലെ വന്നു, അപ്പം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ചോറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ എത്ര ആൾക്കാർ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു എണ്ണം കിട്ടുന്നില്ല. ഇപ്പോൾ ക്യാമ്പിലുള്ള ആളുകളൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഉറ്റവരായിട്ടുള്ള ആളുകൾ ആരെയൊക്കെ കാണാതെ പോയിട്ടുണ്ട് എന്നൊക്കെ അവർ താങ്കളോടൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒരു വലിയൊരു പ്രശ്നം. ആൾക്കാർ വന്നിട്ട് നമ്മളോടാണ് നേരിട്ട് സ്കൂളിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. മിസ്സിംഗ് ആയ ആൾക്കാർ എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ട്, മിസ്സിംഗ് ആയ ആളുടെ പേരുകൾ തരുന്നുണ്ട്. ആ പേരുകൾ തരുന്ന സമയത്ത് നമുക്ക് ഈ നിലവിലുള്ള അവസ്ഥയിൽ കുറെ പേര് മുണ്ടക്കയിൽ ഒരു റിസോർട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഇവര് തരുന്ന പേരിൽ ആ പേരുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനും, അതുപോലെ തന്നെ ഈ മിസ്സിംഗ് ആയവർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരായിട്ട് കൺവേ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു വലിയ ഒരു ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, കാലാവസ്ഥ തീർത്തും അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല അനുഭവപ്പെടുന്നത്. ഇവിടെ ഈ മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. കാരണം സ്ഥിരീകരണം അവിടേക്ക് ആളുകളെയൊക്കെ അടിയന്തരമായി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ആളുകളെ കാര്യക്ഷമമായി തന്നെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? സ്കൂളുകളൊക്കെ സജ്ജമാക്കി, മറ്റ് കേന്ദ്രങ്ങളൊക്കെ സജ്ജമാണോ? വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്കൂൾ തന്നെ അത്യാവശ്യം 10-40 കുടുംബത്തെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നതാണ്. തൊട്ടടുത്ത് തന്നെ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂള്, അൺഎയ്ഡഡ് സ്കൂളുകളായിട്ടുള്ള സ്കൂളുകൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ജനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് കൈമയും മറന്ന്, ഞങ്ങൾക്ക് ഇതേ അനുഭവം തന്നെ പുത്തുമല ദുരന്തത്തിൽ ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുത്തുമല ക്യാമ്പ് പ്രവർത്തിച്ച ആ അനുഭവങ്ങൾ കൂടിയുണ്ട്. അതേ ടീം തന്നെ നമുക്ക് വന്നു. അവര് രാവിലെ തന്നെ അറിഞ്ഞ ഉടനെ തന്നെ കൈമയും മറന്ന് നാട്ടുകാർ മുഴുവൻ അവരുടെ സാന്ത്വനിപ്പിക്കുന്ന കാര്യത്തിലും ഭക്ഷണം നൽകുന്ന കാര്യത്തിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവര് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ദിലീപ്, പ്രായമായിട്ടുള്ള ആളുകൾ, കുഞ്ഞുങ്ങൾ, അവരൊക്കെ ഏകദേശം കണക്ക് നോക്കുമ്പോൾ ഈ ക്യാമ്പിൽ എത്ര പേരുണ്ട്? കൃത്യമായ കണക്ക് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ പരിക്ക് പറ്റിയവരൊക്കെ, ചിലർക്ക് ചെറിയ പരിക്കുകൾ ഉള്ളവർ വരുന്നുണ്ട്. അതുപോലെ പ്രായമായ ആൾക്കാർ വരുന്നുണ്ട്. കൈക്കുഞ്ഞും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒന്ന് കൃത്യമായ ഒരു എണ്ണം അങ്ങോട്ട്, നമ്മൾ ഒന്നാമത് ആ ഒരു ധൃതിയിലും തിരക്കിലാണല്ലോ ഇപ്പം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാധ്യതകളും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും കിട്ടാൻ പറ്റില്ല. പിന്നെ നല്ലതായിട്ട് ജനങ്ങളുണ്ട്. പിന്നെ ജനങ്ങളൊക്കെ ഇവരെ കാണാൻ വരുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവരൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ സന്ദർശിച്ചുകൊണ്ട് അതിന്റെ എല്ലാം കൂടെ ആയിട്ട് കുറച്ച് തിരക്കുണ്ട് ഇപ്പൊ. അതുകൊണ്ട് തിരക്കുകളുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ദിലീപ് നല്ല തിരക്കിലാണെന്ന് അറിയാമെങ്കിലും ചോദിക്കട്ടെ, നമുക്ക് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ ദിലീപിന്? മുണ്ടക്കൈ ഭാഗത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവിടേക്കുള്ള പ്രശ്നം, ആ സ്ഥലത്തൊന്നും പല സ്ഥലത്തും റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നം. പിന്നെ അവിടെയുള്ള പല ഫോണും, ഇപ്പൊ കറണ്ട് കഴിഞ്ഞൊരു രാത്രിയായിട്ടൊന്നും വൈദ്യുതി ഇല്ലല്ലോ. വൈദ്യുതി തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ആ സ്കൂളിലെ, ഞാനൊരു അധ്യാപകനാണ്, അവിടെയുള്ള അധ്യാപകരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതാണുള്ളത്. പിന്നെ അങ്ങോട്ട് നമ്മളെ കടത്തി വിടുന്നില്ലല്ലോ. നമ്മള് സാധാരണക്കാരെ അങ്ങോട്ട് ഇപ്പൊ അധികം പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിവരങ്ങൾ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും ദിലീപ്, എന്തായാലും കാര്യക്ഷമമായി കൈമേയി മറന്ന് നിങ്ങൾ നിൽക്കണം. കാരണം നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ദിലീപ്, എന്തായാലും താങ്കളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ പല രീതിയിലുള്ള രക്ഷാകരങ്ങൾ മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം